കേരള സർവകലാശാലയിലെ രാഷ്ട്രീയ സംവാദങ്ങൾക്ക് തടയിടാൻ നീക്കവുമായി VC മോഹൻ കുന്നുമൽ. സംവാദങ്ങൾ സംഘടിപ്പിക്കാൻ മുൻകൂർ അനുമതി തേടണമെന്നും വിഷയവും പങ്കെടുക്കുന്നവരുടെ പേര് വിവരങ്ങളും നേരത്തെ അറിയിക്കണമെന്നും ഉത്തരവ്. സംവാദ പരിപാടികൾക്ക് 15 ദിവസം മുമ്പ് അനുമതി വാങ്ങണമെന്നാണ് ഉത്തരവ്. സെമിനാറുകളിൽ ദേശവിരുദ്ധ പ്രവർത്തകർ പങ്കെടുക്കുന്നത് ഒഴിവാക്കാനാണ് ഉത്തരവെന്ന് VCയുടെ വിശദീകരണം. രാഷ്ട്രീയ ബന്ധമുള്ളവർ പങ്കെടുക്കുന്നത് തെറ്റെന്നും വാദം. ഹരിമോഹൻ വിവരങ്ങളുമായി ചേരുകയാണ്. ഹരി, സർവകലാശാലയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളിൽ മോഹൻ കുന്നുമലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മുഖാമുഖം നിൽക്കുന്ന സാഹചര്യം പലതുണ്ടായിട്ടുണ്ട്. ദേശവിരുദ്ധ പ്രവർത്തകർ വരുന്നത് തടയാനെന്ന നിലയെടുക്കുന്നത് എന്തിനാണ്? മധു, അടുത്തിടെയായി വലിയ തോതിൽ സർവകലാശാലയിലെ ഇത്തരം പ്രവർത്തനങ്ങളിൽ VC നേരിട്ട് വൈസ് ചാൻസലർ മോഹൻ കുന്നുമൽ നേരിട്ട് ഇടപെട്ടിരുന്നു. അതിന്റെ തുടർച്ചയായി തന്നെയാണ് ഇത്തരം സംവാദ പരിപാടികൾക്ക് ഒരു തടയിടാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കം ഇപ്പോൾ വന്നിരിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികളുമായി നേരിട്ട് ബന്ധമുള്ള ആളുകൾ പരിപാടികളിൽ പങ്കെടുക്കുന്നത് വിലക്കിക്കൊണ്ടുകൂടിയാണ് ഇത്തരം ഒരു നീക്കം നടത്തുന്നതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവർ പരിപാടിയിൽ പങ്കെടുക്കാതിരിക്കാനും സർവകലാശാലയിൽ പ്രവേശിക്കാതിരിക്കാനും വേണ്ടിയാണ് ഇത്തരം ഒരു നീക്കം എന്നുള്ളതാണ് ഔദ്യോഗികമായി വരുന്ന വിശദീകരണമെങ്കിൽ പോലും ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ CPM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബിയും MP ജോൺ ബ്രിട്ടാസും ഒക്കെ അടക്കമുള്ള ആളുകൾ പങ്കെടുത്തിരുന്ന പരിപാടികൾ ഉണ്ടായിരുന്നു. ദേശീയ സെമിനാറുകൾ സംഘടിപ്പിച്ചു. കൂടുതലായി സംഘപരിവാർ വിരുദ്ധ സെമിനാറുകൾ അല്ലെങ്കിൽ സംഘപരിവാർ നിലപാടുകൾക്കെതിരായി നടത്തുന്ന സംവാദ പരിപാടികളൊക്കെ തന്നെയാണ് സർവകലാശാലയിൽ സംഘടിപ്പിച്ചിരുന്നത്. പ്രത്യേകിച്ച് സർവകലാശാല യൂണിയന്റെ ഭാഗത്തുനിന്ന് അതുപോലെ തന്നെ എംപ്ലോയീസ് യൂണിയന്റെ ഭാഗത്തുനിന്നൊക്കെ തന്നെ ഇത്തരം പരിപാടികൾ നടക്കുന്നുണ്ട്. ഇതിലൊക്കെ കടുത്ത അതൃപ്തനായിരുന്നു VC എന്നുള്ളത് നമുക്ക് നേരത്തെ തന്നെ വ്യക്തമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം രാഷ്ട്രീയ ബന്ധമുള്ള ആളുകളുടെ അല്ലെങ്കിൽ രാഷ്ട്രീയ സംഘടനയുമായി ബന്ധമുള്ള ആളുകളെ പങ്കെടുപ്പിക്കുന്നതിന് വിലക്കേർപ്പെടുത്തിക്കൊണ്ടുള്ള ഇത്തരത്തിലൊരു നീക്കം വന്നിരിക്കുന്നത്. അതിന് ചൂണ്ടിക്കാണിക്കുന്ന ഒരു ഔദ്യോഗിക വിശദീകരണം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ദിവസം ഒരു ഡിപ്പാർട്ട്മെന്റ്, സർവകലാശാലയിലെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഒരു പരിപാടി സംഘടിപ്പിക്കാനിരിക്കുകയായിരുന്നു. ആ സെമിനാറിൽ പങ്കെടുക്കാനിരുന്നത് മാവോയിസ്റ്റ് ബന്ധമുള്ള ഒരാളാണ് എന്ന് ആരോപിച്ചുകൊണ്ട് അതിന് ഈ അനുമതി നിഷേധിക്കുകയുണ്ടായി. ഇത്തരം പരിപാടികൾ ഇനി ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു നീക്കം ഇപ്പോൾ നടത്തുന്നത് എന്നുള്ളതാണ് സർവകലാശാലയുടേതായിട്ട് വന്നിട്ടുള്ള ഒരു ഔദ്യോഗിക വിശദീകരണം. പക്ഷേ അത് എന്തൊക്കെയാണെങ്കിലും വരും ദിവസങ്ങളിൽ VC നടത്തിയിട്ടുള്ള ഈ നീക്കത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ വരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഒരു പരിപാടിക്കും ഇത്തരത്തിൽ 15 ദിവസം മുമ്പ് ആരാണ് പങ്കെടുക്കുന്നതെന്നോ ഏത് പരിപാടിയാണ് സംഘടിപ്പിക്കുന്നതെന്നോ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ആ പരിപാടിയിൽ സംസാരിക്കാൻ പോകുന്ന വിഷയമെന്നോ അടക്കമുള്ള ഒരു കാര്യങ്ങളും ഈ 15 ദിവസം മുമ്പ് അറിയിക്കേണ്ടുന്ന ഒരു ബാധ്യത സംഘാടകർക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത് 2 ആഴ്ച മുമ്പേ അങ്ങനെ വിവരം അറിയിക്കണം. അങ്ങനെ വിവരം അറിയിച്ച് അത് തൃപ്തികരമാണെങ്കിൽ അല്ലെങ്കിൽ അത് സംഘടിപ്പിക്കാൻ കഴിയുന്ന പരിപാടിയാണെന്ന് സർവകലാശാലയുടെ ഔദ്യോഗിക വിഭാഗത്തിന് തോന്നിക്കഴിഞ്ഞാൽ മാത്രമേ ഇനിയിപ്പോൾ അങ്ങനെ ഒരു അനുമതി ലഭിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം ഒരു പരിപാടികളും സംഘടിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന തീരുമാനപ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിദ്യാർത്ഥി സംഘടനകൾ ഇതിന് വഴിവെക്കും, ഇതിന് വഴിപ്പെടുമെന്ന് വിചാരിക്കേണ്ടത് പോലുമില്ലല്ലോ. തീർച്ചയായിട്ടും അത് ഉറപ്പായിട്ടും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകും. മാത്രമല്ല ഇത്തരമൊരു സർക്കുലർ ഇറങ്ങിയത് ഇനി എങ്ങനെയാണ് അതിനോട് സർവകലാശാലയുടെ പ്രതിനിധികൾ അല്ലെങ്കിൽ സർവകലാശാല യൂണിയന്റെ പ്രതിനിധികൾ ഒപ്പം തന്നെ എംപ്ലോയീസ് യൂണിയൻ പ്രതിനിധികളൊക്കെ തന്നെ നിയമപരമായി നേരിടുമോ എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ ഇനി വ്യക്തത വരേണ്ടിയിരിക്കുന്നു. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ സർവകലാശാല വൈസ് ചാൻസലറായിട്ടുള്ള മോഹൻ കുന്നുമലിന്റെ എല്ലാ ഇടപാടുകളെയും ശക്തിയുക്തം എതിർത്തിട്ടുള്ളതാണ് സർവകലാശാല യൂണിയനും വിദ്യാർത്ഥി സംഘടനകളും എല്ലാം തന്നെ. അതുകൊണ്ട് ഇനിയിപ്പോൾ വരും ദിവസങ്ങളിലും അത്തരത്തിൽ പ്രതിഷേധത്തിനുള്ള ഒരു കളമായി കൂടി കേരള സർവകലാശാല മാറുമെന്നുള്ളതിന്റെ സൂചന കൂടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ചെക്ക് വെക്കുകയാണ് VC മോഹൻ കുന്നുമൽ. മുൻകൂർ അനുമതി വേണം, 15 ദിവസം മുമ്പ് അറിയിക്കണം ആരൊക്കെ പങ്കെടുക്കുന്നു എന്ന ലിസ്റ്റ് വേണമെന്നതടക്കം നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുന്നു.